മതസൗഹാർദ്ദത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും വേറിട്ട കഥ കൂടി പറയാനുണ്ട് മണ്ണാർക്കാട് പൂരാഘോഷത്തിന്. റിയൽ കേരള സ്റ്റോറി. പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ്റെ നേതൃത്വത്തിൽ അതിജീവനത്തിന് വഴിയൊരുക്കിയപ്പോൾ വിജയിച്ച് കയറിയത് മഹാരാഷ്ട്ര സ്വദേശികളായ മുസ്ലിം കുടുംബം. മാർച്ചിലെ പൂരാഘോഷത്തിന് വാടകയ്ക്കെടുത്ത മരണക്കിണറുമായി മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ മരണക്കിണർ അഭ്യാസി ജീലാനി മകൻ ബാബു ലോക്ക്ഡൌണിൽ മണ്ണാർക്കാട് കുടുങ്ങിയതോടെയാണ് പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ കരുതലിന്റെ കരങ്ങൾ ഉയർന്നത്. ഇവരെ ചേർത്തു പിടിച്ചു. വാടകയ്ക്ക് വീടെടുത്തു നൽകി. ബാബുവിന് നീതി സ്റ്റോറിൽ താൽക്കാലിക ജോലി നൽകി. ഇന്ന് ബാബുവും കുടുംബവും മണ്ണാർക്കാട്ടുകാരാണ്. സ്വന്തമായി മരണക്കിണറും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തോണിയും സ്വന്തമായുണ്ട്. കൂടാതെ മണ്ണാർക്കാട് കൈതച്ചിറയിൽ 2 വീടുകളാണ് ബാബുവിന് സ്വന്തമായുള്ളത്. കൈതച്ചിറ പള്ളി മഹല്ലംഗം കൂടിയാണ് ബാബു. പള്ളി കമ്മിറ്റിയോട് അതിന് ശുപാർശ ചെയ്തതാവട്ടെ പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമനും. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ബാബുവിന് നന്ദി പറയാനുള്ളത് എം പുരുഷോത്തമനോടും അരക്കുറിശി ഉദയാർകുന്ന് ഭഗവതിയോടും സർവോപരി മണ്ണാർക്കാടിനോടും. 2019 എൻ്റെ +2 കഴിഞ്ഞ സമയം മാർച്ച് മാസത്താണ് എൻ്റെ +2 എക്സാം കഴിഞ്ഞ സമയത്താണ് ലോക്ക്ഡൗൺ ആയത്. അന്നേരമാണ് ഇവിടെ വന്നത്. അന്നേരം കുടുങ്ങി. ഇപ്പോൾ അതിനുശേഷം അന്നേരം വളരെ കഷ്ടപ്പാടിരിക്കലായിരുന്നു ജീവിതം. അന്നേരം കുടുങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 കൊല്ലത്തോളമായി. 6 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നല്ല സന്തുഷ്ടനാണ്. മണ്ണാർക്കാടുകാരായി വീട് വെച്ച് ഇവിടെ തന്നെ താമസമായി. ഇവിടെ തന്നെ ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാർക്കാടുകാരുടെയും പിന്നെ പൂര കമ്മിറ്റിയുടെയും നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ പുരുഷോത്തമൻ സാർ, നമ്മുടെ സെക്രട്ടറി സാർ, ബാങ്കിലെ സെക്രട്ടറി സാർ, അവരുടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും അവരുടെ സപ്പോർട്ട് കൊണ്ടും പിന്നെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും കൂടെയാണ് ഞാൻ ഈ നിലയിൽ ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ സ്വന്തമായിട്ട് നാട്ടിൽ വീടൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ താമസമായി. ഇവിടെ തന്നെയാണ് ഇപ്പോൾ താമസം. ഇപ്പോൾ സ്വന്തമായിട്ട് മരണക്കിണറായി, സ്വന്തമായിട്ട് തോണിയായി. എങ്ങനെയാണ് ആ സന്തോഷം? ഇതെല്ലാം വാടകയ്ക്കെടുത്ത് വന്നിരുന്ന ഒരു ബാബുവിനെയാണ് നമുക്ക് ഓർമ്മയുള്ളത്. ഇപ്പൊ കേരളത്തില് ഏറ്റവും വലിയ വഞ്ചിയാണ് നമ്മളിപ്പോ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ബാക്കിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വഞ്ചി. പിന്നെ കേരളത്തിലെ നമ്പർ 1 മാരുതികാർ മോട്ടോർ ബൈക്ക് മരണക്കിണർ സർക്കസ്. ഇതെല്ലാം ഇപ്പൊ സ്വന്തമായി ഇപ്പൊ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ബാബുവിന്റെ ഏറ്റവും വലിയ മറ്റൊരു ആഗ്രഹമായിരുന്നല്ലോ ഇവിടത്തെ കേരളീയനായി, ഇവിടുത്തെ പള്ളിയിലെ അംഗമായി. അപ്പൊ അതിനൊക്കെ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് സഹായിച്ച പൂര കമ്മിറ്റിയൊക്കെ സഹായിച്ചു, എം പുരുഷോത്തമൻ സാറ് സഹായിച്ചു. അതെല്ലാം ഓർക്കുന്നു. നമ്മുടെ പുരുഷോത്തമൻ സാറാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ വീട് വാങ്ങാനും നമുക്ക് ഈ ഐറ്റം വാങ്ങി തരണം എല്ലാത്തിനും സപ്പോർട്ട് പിന്നിൽ അവരാണ് നമുക്കൊരു സഹായി. അതായത് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ അത് ചെയ്തോളൂ, നമുക്ക് ശരിയാക്കാം, അത് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ പള്ളി കമ്മിറ്റിയിലെ അംഗമാണ് ഇപ്പോൾ ഞാൻ. ഞങ്ങളെല്ലാവരും അവിടുത്തെ അംഗങ്ങളാണ്. അവിടെയാണ് എല്ലാം നിസ്കരിക്കുന്നതെല്ലാം നമ്മൾ കൈതച്ചിറയിലാണ്. അവിടെ പുതിയ വീട് വാങ്ങി. അപ്പം നമുക്ക് 2 മകളുണ്ട് ഇപ്പോൾ. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. The pleasure of personal banking.